അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ വീഡിയോയുടെ കണ്ടന്റ് ഇല്ല. ഡെയിലി കാണിച്ചത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും മടുപ്പാവും. അതുകൊണ്ടാട്ടോ ഞാൻ ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പം നമ്മുടെ രാവിലെ ഇതാ ദോശ കേട്ടോ, കടല ദോശ കേട്ടോ. അപ്പം ഞാൻ എല്ലാ കടലയും വെള്ളത്തിലിട്ടിട്ട് ഇന്നലെ കുതിർത്തി ആട്ടി എടുത്താട്ടോ. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നെയ്യൊക്കെ വീട്ടി ദോശ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കടലയിലൊക്കെ ദോശ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ കുട്ടികൾക്ക് കടല കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ദോശയാക്കി ചുട്ടു കൊടുത്താൽ അതിൻ്റെ വയറ്റിൽ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് നെയ്യ് ചെറിയ ഇടപ്പം നെയ്യ് വാങ്ങിയിട്ട് അങ്ങോട്ട് ചുട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല കുട്ടികൾ തിന്നും ചെയ്യട്ടെ, എല്ലാ ടേസ്റ്റും ഉണ്ടാവും, ഹെൽത്തിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ സ്കൂളൊന്നും ഇല്ലല്ലോ, പിന്നെ നമുക്ക് കണ്ടന്റ് വെറൈറ്റി ആയിട്ട് കണ്ടന്റ് ഒന്നും ഇല്ല ഇടാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത് തന്നെ കേട്ടോ. അത്രയും മക്കളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുത്തുമണി ഞാൻ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒക്കെ വലിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ. ജല്ലിത്തെ മാറാലേക്ക് കടിച്ച് വൃത്തിയാക്കിക്കോ കേട്ടാ, വൃത്തിയാക്കിട്ടാ പേടിപ്പേത്തണ്ടാ. ആ വരുവാത്ത കളിക്കുക കൊടുക്കുറ്റി എടുക്ക് വീഴും. ആ മുകളിൽ കയറും, പിന്നെയും താഴത്ത് വരും, ജല്ലി കയറും. സ്വത്ത് എവിടെ? സ്വത്തുക്കുട്ടി എവിടെ? ലോതോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ നോക്ക്. ബട്ടർഫ്ലൈനെ പിടിച്ചു കൊടുത്തപ്പോൾ നോക്ക്, ബട്ടർഫ്ലൈനെ പിടിച്ചു കൊടുത്തപ്പോൾ കാട്ടി നോക്ക്. അത് ഇന്നലെ വന്ന് ചത്ത് കിടക്കണമെന്നോ തിന്നട്ടെ ഒന്നും കിട്ടിയില്ല പാവം. ഫുഡ് വെച്ച് കൊടുത്താൽ തിന്നണില്ല ഉളച്ച. അതിനെപ്പോൾ പറ്റിയിരിക്കണം കേട്ടാ. എനിക്ക് പുഴുവല്ലേ, അതാണ്. അവരിങ്ങനെ പ്രാണികളിലൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ. ചിക്കൻ ബിരിയാണി കിട്ടിയ പോലെ തിന്നണവൻ. കുറേ കാലത്തിന് ശേഷം ചിക്കൻ ബിരിയാണി കിട്ടിയിരിക്കുക കേട്ടാ കുഞ്ഞാപ്പൂന്. അതാണ് അവൻ. കുറേ കാലത്തിന് ശേഷം എൻ്റെ കുഞ്ഞാപ്പിക്ക് ചിക്കൻ ബിരിയാണി കിട്ടി കൂട്ടുകാരെ. എന്നാണ് ഇങ്ങനെ അവൻ ഇറച്ചി കടിച്ച് വലിക്കുകയാണ് കോഴിക്കാല്. ഓ ഞാൻ കാണണ്ട, ശരി ഞാൻ കാണുന്നില്ല, പോകുക കേട്ടോ. അപ്പോൾ റിൻഷിമോളുടെ മരുന്നാട്ടത്, മരുന്ന് അവൾക്ക് തൊണ്ടവേദന, ഇത് കുൽക്കുഞ്ഞ് തുപ്പാൻ, അത് കുടിക്കാൻ. പിന്നെ ഇതൊക്കെ ഗുളികകളാട്ടോ അവൾക്ക് കഴിക്കാനുള്ളത്. തൊണ്ടവേദന, ജലദോഷം, ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. ഇത് പുണ്ണാത്ര വായിൽ, തൊണ്ട പഴുപ്പ്. അപ്പോൾ ഇല്ല ആട്ടപ്പെട്ടി കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ മരുന്ന് കുടിക്കട്ടെ. നമ്മുടെ രജിക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ല. എനിക്ക് ക്ഷീണിച്ചു കൊടുത്താൽ അറിയാം. ഈ മരുന്ന് നല്ല രസമുണ്ട് കാണാൻ. ഇത് തുപ്പാനുള്ളത്, ഇത് കുടിക്കാനുള്ളത്. വായിൽ വെച്ച കുറച്ച് നേരം ഒന്നിട്ട് ഇറക്കിയായിട്ടാണ് ഇത്രയും മരുന്ന്. ഇന്നലെ പോയിട്ട് വാങ്ങിയത്. നൂലൊക്കെ കേട് വരുത്തിയില്ലേ മെഷീൻ്റെ. ഇത് തിരുമ്പുള്ളതാണ്, നിൻ്റെ തന്നെ ഉള്ളു. എൻ്റെ ചാർജറൊക്കെ കളയാണ്ട് എടുത്ത് വെക്ക്. കുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ. അവൾക്ക് നേരം വെളുത്താലും പിന്നെ അവൾ കിടക്കും. ഇവിടെ അടുക്കളയിൽ ചോറ് ഇതാ കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചാറ് ഞാൻ എന്തെങ്കിലും വെക്കണം. ഇന്നിത്തിരി വെയിലടിക്കുന്നുണ്ട് കേട്ടോ. കടലപ്പരിപ്പിൽ കുറിഞ്ചാത്ത വന്നിക്കണം. അപ്പോൾ ഇത്തിരി ഒന്ന് വെയിലത്ത് വെച്ചതാണ്, ചൂട് തട്ടട്ടെ വേണ്ടിട്ട്. ഇന്നിത്തിരി വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്കൂളും ഇല്ല, ബസ്സൊക്കെ വരിക്ക് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ എൻ്റെ റോസാ ചെടി കണ്ടോ, വളരും വിചാരിക്കണു. തുണികളൊക്കെ ഞാൻ ഇതവിടെ തിരുമ്പിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടി ഉണങ്ങണം. റിയാസ്ക ഓട്ടം പോയി. തുണികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മാന്തളുണ്ട് കേട്ടോ, ഇന്നലെ വാങ്ങിയതാ. കുറച്ച് ഇന്നലെ വറുത്തു, ഇന്ന് കുറച്ച് വറുക്കണം കേട്ടോ. മക്കളെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ചെറിയൊരു തോതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂട്യൂബിലത്തെ എല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. കണ്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടണേ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറക്കണ്ട. ഇനി യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കയറി നിങ്ങളൊന്ന്
ഫോളോ ചെയ്യുക കേട്ടോ. അല്ലാതെ അതിലിടുന്ന വീഡിയോസൊക്കെ ജസ്റ്റ് ഒഴിവുണ്ടെങ്കിൽ കാണാം. യൂട്യൂബിലത്തെ വീഡിയോ എന്തായാലും കാണണം കേട്ടോ. പിന്നെ ഹൈപ്പൊക്കെ ചെയ്യുക, സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പൊക്കെ എടുക്കുക. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു കുഞ്ഞ് ചാനൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യത്തെ പോലെ ഒന്നല്ല, യൂട്യൂബിൽ നമുക്കിപ്പോൾ കുറേ പുതിയ 2027 മുതലാട്ടോ തുടങ്ങാൻ പോകണം അപ്ഡേറ്റ്. ഇപ്പോഴേ എല്ലാവരും പറഞ്ഞു തുടങ്ങി. 27 ഫുള്ളായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടഫായിരിക്കും കേട്ടോ. ഷോർട്ടിനൊന്നും ഡോളറൊന്നും കയറില്ല. മില്യണൊക്കെ ഉണ്ടായതിന് ഡോളർ കയറുള്ളൂ. പിന്നെ ലോങ് വീഡിയോൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റുകൾ. അപ്പോൾ എന്തായാലും യൂട്യൂബ് പുതിയതായി തുടങ്ങുന്നവരാണെങ്കിലും പഴയത് മുന്നോട്ട് കൊണ്ടുപോകണവരാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്കൊക്കെ വേഗം ഈ പ്രാവശ്യം വേഗം ചെയ്തോളിയും. 27 പിന്നെ 8,000 വാച്ച് അവർ ആക്കണം എന്നൊക്കെയാണ് പറയുന്നത് പുതിയ അപ്ഡേറ്റിൽ. മാക്സിമം എല്ലാവരും ഈ ഒരു വർഷം 3 മാസം കൊണ്ട് തന്നെ വേഗം ആക്കാൻ നോക്കുക. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ വീണ്ടും പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റൂല നമുക്ക്. സമയം ചിലപ്പോൾ നമ്മൾ ഒന്ന് വിചാരിക്കും, നടക്കുന്നത് വേറെ ഒന്നായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും ഫോളോ ഒക്കെ ചെയ്തും പോവുക. വീഡിയോസൊക്കെ പരസ്പരം അങ്ങോട്ടൊക്കെ കാണുക. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുഞ്ഞ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം എനിക്കുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ കാണുക, എല്ലാവർക്കും എത്തിക്കുക, ഫ്രണ്ട്സുകൾ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് എത്തിക്കുക കേട്ടോ. ഇനി 27 മുതൽ പുതിയ അപ്ഡേറ്റുകളാണ് വരാൻ പോണത്. അപ്പോൾ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, നോക്കാം അല്ലേ. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ചാനലല്ലേ, നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാനലാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പണി ചെയ്താലേ നമുക്ക് കൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാവണത് ഒരിക്കലും ആര് നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതൽ ഒരിക്കലും നമ്മളെ വിട്ട് പോകില്ല. അതേസമയം നമ്മൾ എളുപ്പവഴിയിലൊക്കെ പിടിച്ച സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വേഗം പോകും. കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കി ഇവിടം വരെ എത്തിയതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ പ്രതിഫലം എന്തായാലും നമുക്ക് കിട്ടണം എന്നുള്ളൊരു പ്രയത്നം. നിങ്ങളും എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ. കട്ട സപ്പോർട്ടായി നിങ്ങൾ നിൽക്കില്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കില്ലേ എന്നുള്ളത്. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് പിന്നെ കേട്ടോ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.